സിനിമയ്ക്ക് ജാതകം എഴുതുന്ന ഒരാൾ മദ്രാസിൽ എന്നെ കാണാൻ വന്നു. അയാൾ കാലത്തെ വന്നിങ്ങനെ ഒരു ജുബ്ബയൊക്കെ ഇട്ട ഒരാൾ വന്നു. അപ്പോൾ പഞ്ചാബി ഹൗസിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചത്, ഞാൻ സിനിമയ്ക്ക് ജാതകം എഴുതുന്ന വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഫസ്റ്റ് ഷോട്ട് ജഗദീഷ് ശ്രീകുമാറാണ് ബെസ്റ്റ്. ഇനി അദ്ദേഹം ഇല്ലെങ്കിൽ ജനാർദ്ദൻ ചേട്ടനാണ് ബെസ്റ്റ്. മൻസൂർ അലി കഞ്ഞിന്ന് വിളക്ക് വെച്ചതിന് ശേഷം ഊതിക്കെടുത്തു. തമിഴ്നാട്ടിൽ ഒരിക്കലും ഇത് സാമിയാണ് ദീപം, സാമിയെ ഇങ്ങനെ തുപ്പാൻ പാടില്ല എന്നാണ്. മൻസൂർ അലി ഖാൻ അത് ഭൂതം പറഞ്ഞ് ഞാൻ ഊതിക്കെടുത്തു. വെള്ളത്തിൽ നിന്നും ഷൂട്ട് ചെയ്യരുത്, വെള്ളം സ്റ്റാർട്ട് ചെയ്യരുത്, വെള്ളത്തിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വരരുത് എന്നൊരു നിയമമുണ്ട്. അത് പടം വെള്ളത്തിലാകും. ഈ മാസ്റ്റർ ബ്രെയിൻ കാണുന്നവർക്കറിയാം, അതിനകത്ത് അന്ധവിശ്വാസങ്ങളുടെ ഒരു കെട്ടുകാഴ്ച തന്നെയുണ്ട്. ആൾദൈവങ്ങളുടെ ഒരു ചാകരയാണ്. കാരണം ഇതിനകത്തൊക്കെ ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുന്നു. ആ വിശ്വാസത്തിലൊക്കെ പോകല്ലേ എന്നൊക്കെ ഉള്ള മെസ്സേജാണ് നമ്മൾ സാധാരണ എന്ത് കൊടുക്കുന്നത്, മാസ്റ്റർ ബ്രെയിനിൽ കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ മേഖലയിലും ഉണ്ട് കേട്ടോ. ശരിക്കും ആ അന്ധവിശ്വാസം ജനങ്ങളെ ഇങ്ങനെ കാറ് തിന്നുകയാണ്. സിനിമയിൽ അന്ധവിശ്വാസമുണ്ട്. ഒരു പടം വിജയിക്കാൻ ഈ പടം താരങ്ങൾ വഴിപാട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്ക് ഭയങ്കര സംഭവമാണെന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയാൻ വേണ്ടി ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തിരക്കഥകർത്ത് മെക്കാട്ടി സാറ്. അദ്ദേഹം തുറന്നു പറയുകയാണ് സിനിമയിലെ അന്ധവിശ്വാസങ്ങളെയൊക്കെ പറ്റി. സാറേ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒക്കെ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഇടയ്ക്ക് ഉണ്ട്. അപ്പം അതിനകത്ത് കൂടുതൽ ഈ ആൾദൈവങ്ങൾ, എനിക്ക് അമാനുഷ ശക്തിയുണ്ട്, ഞാൻ മഹാവിഷ്ണുവാണ്, ശിവനാണ്, യേശുവാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അളിയന്മാർ ഓരോ ദിവസം പൊങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അത് കാണുമ്പോഴത്തേക്ക് ഞാൻ ചിന്തിക്കും, ഇതൊക്കെ നല്ലൊരു ബിസിനസ് അല്ലേ, വിശ്വാസം കൊണ്ട് നന്നായിട്ട് ജീവിക്കാൻ പറ്റും. അന്ധവിശ്വാസമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. സിനിമയിൽ അന്ധവിശ്വാസത്തെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ശരിക്കും അന്ധവിശ്വാസികളാണോ സിനിമാക്കാര്? സിനിമയിൽ ധാരാളം അന്ധവിശ്വാസങ്ങളുമുണ്ട്, അന്ധവിശ്വാസികളുമുണ്ട്. അതായത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആശങ്കയും ഭീതിയും ഒത്തുചേരുമ്പോൾ അന്ധവിശ്വാസം ഉടലെടുക്കും, എടുത്തേ പറ്റും. അതാണ് ഇതിൻ്റെ ബേസിക്. നോർമലി പൂജ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു പടം തുടങ്ങുമ്പോൾ ചെയ്യുന്നത്. അത് കൂടാതെയും കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ ചെയ്യുന്നുണ്ട്. ഒരു ലൊക്കേഷൻ, അതിന് അന്ധവിശ്വാസമുണ്ട്. ഒരു നടൻ, വിശ്വാസമല്ല അന്ധവിശ്വാസം. അന്ധവിശ്വാസം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ ആദ്യ പടം പുതുക്കോട്ട തുടങ്ങാനായിട്ട്, പുതുമണവാളൻ തുടങ്ങാൻ ഉദ്ദേശിച്ചത് സൺഡേയാണ്. അത് അന്ന് തന്നെ ഞങ്ങൾ ഷൂട്ട് തുടങ്ങണം. പക്ഷെ എല്ലാവരും കുറേ പേര് രഹസ്യമായി വന്ന് പറഞ്ഞു, തുടങ്ങരുത്, സൺഡേ തുടങ്ങിയാൽ അതുപോലെ പടം നിൽക്കും. അതായത് വർക്ക് മുന്നോട്ട് പോവില്ല, പിന്നെ റിലീസ് താമസിക്കും, ചിലപ്പോൾ പടത്തിന് വരെ അത് വിജയത്തെ ബാധിക്കും. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ സൺഡേ തന്നെയാണ് നല്ല ദിവസം. മാത്രമല്ല എല്ലാം കൊണ്ടും സൺഡേ തുടങ്ങിയാൽ വളരെ നല്ലതാണ്. ഒന്നും ആലോചിച്ചില്ല, അതിൽ തന്നെ കടുംപിടുത്തം പിടിച്ചു. സൺഡേ ആണ് തുടങ്ങിയത്. ഒരു കുഴപ്പമില്ല, എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു തടസ്സം പോലും ഇല്ലാതെ പടം തീർന്നു എന്നുള്ളതാണ്. അല്ല, ബഹുഭൂരിപക്ഷം ആൾക്കാർ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല. ഇല്ല, അതാരാ ഈ നിലപാടെടുത്ത് അങ്ങനെ തുടങ്ങാൻ നിലപാടെടുത്താരാ ഞായറാഴ്ച തുടങ്ങാന്നുള്ളത്? ഞങ്ങൾ തന്നെ, ഞാനാണ് അതിൽ കൂടുതലും നിർബന്ധമായി പറഞ്ഞത്. ഇതിൽ ഈ ഞായറാഴ്ച വെച്ചിട്ട് എല്ലാ ദിവസവും നല്ലതാണ്, 7 ദിവസവും നല്ലതാണ്. അങ്ങനെ ഒന്ന് കണ്ടു നോക്കൂ, എല്ലാ ദിവസവും നല്ലതാണ്. ഇനി ആലുവ പാലസ് ഷൂട്ട് ചെയ്താൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പടം വിജയിക്കില്ല. അതിൻ്റെ തെളിവുമുണ്ട് കുറേ പേരുടെ കയ്യിൽ. ഈ പടം പോയി എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അനിയമ്പാവ് ചേട്ടമ്പാവ ഞങ്ങൾ കണ്ടെത്തിയ ഏറ്റവും നല്ല ലൊക്കേഷൻ, രാജസേനോടുകൂടി പോയി ഏറ്റവും നല്ലത് ആലുവ പാലസാണ്. അനിയമ്പാവ് ചേട്ടമ്പാവയുടെ വീടായിട്ട് എടുക്കാൻ ഇതിലും നല്ലൊരു സ്ഥലം ഈ എറണാകുളത്തില്ല. തുടങ്ങാൻ നേരത്തെ ഒരുപാട് ആൾക്കാർ നിരുത്സാഹപ്പെടുത്തിയായിരുന്നു. തീർച്ചയായിട്ടും ആലുവ പാലസ് നിങ്ങൾക്ക് പേടി കാണത്തില്ല. അതിലേക്ക് നമ്മൾ വിശ്വസിക്കുന്നില്ല. ആ വഴിക്ക് നമ്മൾ എന്തിന് നമ്മൾ അങ്ങനെയൊക്കെ വിശ്വസിക്കണം? നമ്മൾക്ക് നേരെ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ. ആലുവ പാലസ് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തു, പടം വൻ വിജയം. അപ്പൊ അതങ്ങ് മാറിയില്ല, ആ സംഭവം പൊളിച്ചു മാറ്റി. അതെ, പൊട്ടിയ പടങ്ങൾ കാണുമായിരിക്കും, അത് വെച്ചാണ് പറയുന്നത്. അതെല്ലായിടത്തും ഉണ്ട്, എല്ലാ കാര്യത്തിനും എല്ലാത്തിനും 2 വശമുണ്ട്. ഞായറാഴ്ച തുടങ്ങി വിജയിച്ചതുകൊണ്ട് പരാജയപ്പെട്ടതുകൊണ്ടാവും. അത് തിങ്കളാഴ്ചയ്ക്കും ഉണ്ട്, വെള്ളിയാഴ്ചയ്ക്കും ഉണ്ട്, ബുധനാഴ്ചയ്ക്കും ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ അങ്ങനെ അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കി എടുക്കുകയാണ് നമ്മൾ വേണ്ടത്. പിന്നെ ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് സിനിമയിൽ. സിനിമയ്ക്ക് ജാതകം എഴുതുന്ന ഒരാൾ മദ്രാസിൽ എന്നെ കാണാൻ വന്നു. അയാൾ കാലത്തെ വന്നിങ്ങനെ ഒരു ജുബ്ബയൊക്കെ ഇട്ട ഒരാൾ വന്നു. അപ്പോൾ പഞ്ചാബി ഹൗസിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുക.
എന്താന്ന് വെച്ചാൽ ഞാൻ സിനിമയ്ക്ക് ജാതകം എഴുതുന്ന വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഈ സിനിമ എഴുതാമെങ്കിൽ ഡയറക്റ്റ് ചെയ്ത് ഇവിടെ എത്തിക്കാമെങ്കിൽ അതിൻ്റെ ജാതകം ഞങ്ങൾക്കേ പറയാൻ പറ്റുള്ളൂ, തന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല, തൻ്റെ ഈ ലൈഫിൽ പറ്റില്ല, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു അയാളോട്. അത് വേറൊന്നുമല്ല, ഉദരനിമിത്തം, അത്രേ ഉള്ളൂ. എഴുതിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും ഒരുപാട് പേര്. അപ്പോൾ ഒരുപാട് പേര് എഴുതിയത് കറക്റ്റായിട്ട് ഇയാൾ ജാതകം, അതെങ്ങനെയാണ് ഇയാൾ പറഞ്ഞിട്ടല്ലല്ലോ ജനം സിനിമയ്ക്ക് കയറുന്നത്. ഇപ്പം നിങ്ങളൊരു സിനിമയ്ക്ക് കയറണമെങ്കിൽ എന്താ, ആ സിനിമ നല്ലതാണെന്ന് നാലാൾ പറയണം, ഇയാളുടെ ജാതകം കൊണ്ട് ആരും പറയില്ലല്ലോ. അത് വെറുതെ പഞ്ചാബി ഹൗസിന്റെ റേഞ്ച് എവിടെ പോയില്ലേ എഴുതിയായിരുന്നെങ്കിലോ. അതെ, പക്ഷെ അത് എഴുതേണ്ട കാര്യമില്ല, നമുക്കറിയാതെ എവിടെയാ പോയി നിൽക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ താരങ്ങൾക്ക് വരെ അന്ധവിശ്വാസമുണ്ട് അല്ലേ? അപ്പൊ താരങ്ങൾ ഒരു പടം വിജയിപ്പിക്കാനോ അല്ലെങ്കിൽ ഇന്ന ദിവസം ഷൂട്ട് ചെയ്യണോ എന്നൊക്കെ അവർ ചിന്തിക്കും. ഇതിനെതിരെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടോ? ഉണ്ട്. അതിലൊരു ഏറ്റവും എടുത്തു പറയത്തക്ക ഒരാളുണ്ട്, അദ്ദേഹം മൻസൂർ അലി ഖാൻ. ഡയറക്ടറാണ്, നടനാണ്, എല്ലാമാണ്, സംഗീതം ചെയ്യും, എല്ലാം ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു പടം തുടങ്ങുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ചെയ്യുന്നത് വിളക്ക് വെച്ച് ഒരു ഗണപതി പൂജ നടത്തിയതിന് ശേഷം ആണ് നമ്മുടെ എല്ലാം പടം ചെയ്തത്. അത് പ്രൊഡ്യൂസറുടെ ആവശ്യമാണ്, അതുകൊണ്ട് നമുക്കതിന് എതിർപ്പൊന്നുമില്ല. മൻസൂർ അലി ഖാൻ ചെന്ന് വിളക്ക് വെച്ചതിന് ശേഷം ഊതിക്കെടുത്തു. തമിഴ്നാട്ടിൽ ഒരിക്കലും ഇത് സാമിയാണ്, ദീപം, സാമിയെ ഇങ്ങനെ തുപ്പാൻ പാടില്ല എന്നാണ്. മൻസൂർ അലി ഖാൻ അത് ഭൂതം പറഞ്ഞ് തന്നെ ഊതിക്കെടുത്തു. പിന്നെ അവിടെ കരിമ്പൂച്ച നമുക്ക് ഉണ്ടല്ലോ, ഇവിടെ വട്ടം ചാടാൻ പാടില്ല, ഭയങ്കര പേടിയത്. കറുത്ത പൂച്ചയെ വട്ടം ചാടിക്കും പുള്ളി ക്യാമറയ്ക്ക് മുമ്പിലൂടെ, എന്നിട്ടൊക്കെ ഷൂട്ട് കൊടുക്കും. എന്താണ് നമ്മൾ വിശ്വാസം പറഞ്ഞത് ചെയ്യും. ഇതിനകത്ത് മലയാള സിനിമയിൽ ഇപ്പൊ സാറ് ദൂരം നിന്ന് വീക്ഷിക്കുന്ന ഒരാളെന്ന രീതി പറയുക, ഇങ്ങനെ കാട്ടിക്കൂട്ടൽ നടത്തുന്ന ഇത്ര ഇവനൊക്കെ എന്ത് കാണിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമിതമായ പൂജ, അമ്പലം, താരങ്ങൾ, വലിയ താരങ്ങളും പ്രൊഡ്യൂസർമാരും പലരും, ചില ഡയറക്ടേഴ്സും ഒക്കെ വളരെ ദൂരെയൊക്കെ പോയി അത് ആ അമ്പലത്തിൽ പോയി വരണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി ഒരു തീർത്ഥാടനം നടത്തി വരണം, എന്നാലേ പടം തുടങ്ങാൻ പറ്റുള്ളൂ. ഇതൊക്കെ പറയുന്ന നല്ല ചെലവുമാണ് ഇതിനൊക്കെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ശരിക്കും ഊറ്റുന്നുണ്ട് ഈ കാത്തിരിക്കുന്ന ഈ ആൾ ദൈവങ്ങൾ അല്ലേ, അല്ലെ ദൈവങ്ങൾ എന്ന് പറഞ്ഞ ആൾക്കാർ. അതെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്ക്രീനിൽ വരുമ്പോൾ അതുണ്ടാവില്ല. പക്ഷേ ഇതൊന്നും അവിടെയല്ല ആവശ്യം. അന്ധവിശ്വാസങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നല്ല സ്ക്രീൻ പ്ലേയും നല്ല എഡിറ്റിങ്ങും നല്ല ഡയറക്ഷനും ഒക്കെ ആണെങ്കിൽ സൂപ്പറായിട്ട് പടം പോവും, നന്നായി പോവും. അതിനിപ്പോൾ ഒരു സ്ഥലത്ത് പോയി ഒരു അന്ധവിശ്വാസ പൂജയും ചെയ്യണമെന്നില്ല. ഈ ആൾദൈവങ്ങൾ, എൻ്റെ അഭിപ്രായം. ഓക്കെ, ഈ ആൾദൈവങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലും ദേവാലയങ്ങളിലും പോകാൻ നമുക്ക് കുറ്റം പറയാൻ ഒക്കത്തില്ല, അത് വിശ്വാസമാണ്. ഈ ആൾദൈവങ്ങളെ തേടി പോകുന്ന ആൾക്കാരുണ്ടോ മലയാള സിനിമയിൽ? അതുകൊണ്ട് ധാരാളം ആൾദൈവങ്ങളുടെ അഡിക്റ്റായവരുണ്ട്. ഓരോരോ സ്വാമിമാരെ അവർ പറയുന്നതനുസരിച്ച് ലിറിക്സ് മാറ്റുക, പാട്ടുകാരനെ മാറ്റുക, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ സംഗീതത്തിൽ ഇന്ന രാഗം വേണമെന്ന് പുള്ളി വെറുതെ പറയുക, അത് ചെയ്യും. മാറ്റും. അങ്ങനെ 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 എല്ലാം മാറ്റിയിട്ട് വിജയിച്ചാൽ സ്വാമി രക്ഷപ്പെട്ടു, പരാജയപ്പെട്ടാൽ സ്വാമി പറയും ഇതൊന്നും അല്ല പ്രശ്നം, വേറൊരു കാര്യമായിരുന്നു എൻ്റെ പ്രശ്നം എന്ന് പറയും. ആ സ്വാമി രക്ഷപ്പെടാനുള്ള എല്ലാ വഴിയും കണ്ടിട്ടായിരിക്കുള്ളൂ ഇത് പറയുന്നത്. ഈ ഒരു സമയത്ത് മലയാള സിനിമ നിയന്ത്രിച്ച ഒരു ജ്യോതിഷനാണ് കോര, എല്ലാവർക്കും അറിയുന്ന കേസ്. അതെ, അത് മലയാള സിനിമ ഞാനൊക്കെ വരുമ്പോൾ കോരച്ചേട്ടൻ്റെ ചീട്ടാണ് മലയാള സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് അന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇദ്ദേഹത്തെ, ഞാൻ പോയിട്ടുമില്ല കണ്ടിട്ടുമില്ല. പക്ഷെ കേട്ടറിവ് കുറേയുണ്ട്. ആര് എത്ര പ്രശസ്ത കമ്പനിയാണെങ്കിലും ശരി, അവിടെ പോയി ഒരു തീരുമാനം അറിഞ്ഞിട്ടല്ലാതെ ഒരാളെയും വെക്കില്ല. എൻ്റെ അറിവിൽ പല പ്രശസ്ത നടന്മാരും നടികളും ഒക്കെ വലുതായി വന്നത്, ചില ഡയറക്ടേഴ്സ് പറയാതിരിക്കാൻ ഒട്ടും വയ്യാണ്, നല്ല ഡയറക്ടേഴ്സിനെ സൃഷ്ടിച്ചതും കോരച്ചേട്ടൻ്റെ ചീട്ടാണ്. ഇപ്പൊ കോരച്ചേട്ടൻ പറയും ഇന്ന നടനെ വെക്കൂ, അല്ല ഇന്ന ഡയറക്ടർ വെക്കൂ, പുള്ളിയെ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന ഡയറക്ടറെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്ന് പ്രൊഡ്യൂസർ പറഞ്ഞാൽ കോരച്ചേട്ടൻ ചീട്ടിട്ടിട്ട് പറയും വേണ്ട, ശരിയാ, 6 ഉള്ളൂ, 4 പോരാ, ശരിയാവില്ല എന്ന് പറയും. അതനുസരിച്ച് ആളെ മാറ്റും. പിന്നെ അടുത്ത ആളെ പറയും അതിടും, അടുത്ത നായകൻ ഇതാണ്, ഓക്കെ, ചീട്ടിട്ട് നോക്കുമ്പോൾ കറക്റ്റ് യെസ് പടം സക്സസ് ആണ് എന്ന് പറയും. അത് വിജയിക്കുന്നുണ്ട്, പരാജയപ്പെടുന്നുണ്ട്. ഇപ്പോൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പുള്ളി ഒരു കാരണം കണ്ടെത്തും, ഇന്നാണ് പ്രശ്നം. അതെ, അതുണ്ടായിരിക്കും. ഞാൻ ഈ കോരച്ചേട്ടൻ്റെ അധികം ഈ കേട്ടേക്കുന്ന മുഴുവൻ വിജയകഥകളാണ് എല്ലാവരും പറയുന്നത്. കാരണം ഒരാളും പരാജയപ്പെട്ട കഥ പറഞ്ഞിട്ടുമില്ല അദ്ദേഹത്തെ. അതിന്റെ സംഭവം എന്താണെന്ന് അറിയാമോ സാർ? ഈ പരാജയം ഒരിക്കലും പരാജയം സമ്മതിക്കത്തില്ല. വിജയ കഥകൾ മാത്രമാണ് പുറത്തു വരുന്നത്, ഈ സ്വാമിയുടെ വായിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ഈ വിക്ടിമിന്റെ ഭാഗത്തു നിന്നായാലും.
അതാണ് സംഭവിക്കുന്നത്. ഈ പൂജയ്ക്ക് സ്ക്രിപ്റ്റ് പൂജിക്കാറുണ്ടോ സാറിന്റെ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. ചെയ്തിട്ടില്ല? ഇല്ല. അത് ഭയങ്കര ഒരു ചടങ്ങ് തന്നെയല്ലേ? അതെ, അത് ഇപ്പോൾ ഒരെണ്ണം ചെയ്തത് നമ്മുടെ ഹലോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞു ഒരു ചെറിയ ഒരു ബ്ലെസ്സിങ് ചെയ്താൽ നന്നായിരിക്കും, റെക്കോർഡിങ്ങിൻ്റെ അന്നൊരു പൂജ വേണ്ടേ. ഞാൻ പറയും പൂജയുടെ ആവശ്യമില്ല, റെക്കോർഡിങ് ഇങ്ങ് തുടങ്ങിയാൽ പോരേന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞില്ല ഒരു ചെറിയൊരു, ഞാൻ പറയാം അങ്ങനെയാണെങ്കിൽ ഒരു അച്ഛനെ കൊണ്ടുവരാം, ഒരൊറ്റ ശ്വാസത്തിൽ തീർക്കുന്ന ഒരൊറ്റ ബ്ലെസ്സിങ്, ഇല്ലാതെ നീണ്ട പ്രാർത്ഥനകളൊന്നും വേണ്ട. അച്ഛനോട് ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ, ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആളാണ്, സുദീർഘമായ പ്രാർത്ഥനയും ബഹളവും ഒന്നും വേണ്ട. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് വെച്ച് പുള്ളി ഒരു ബ്ലെസ്സിങ് ഒറ്റ ശ്വാസത്തിൽ തീർത്തു. ഓക്കെ, കഴിഞ്ഞു, റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. സ്റ്റാർട്ടായി, ഒരു കുഴപ്പമുണ്ടായില്ല, പടം ഗംഭീരമായിട്ട്. അതെ, എന്ന് വിചാരിച്ച് നമ്മൾ ഈശ്വരാനുഗ്രഹം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, അത് വേണം, അത് നമ്മളുടെ ഹൃദയത്തിൽ ആണ് വേണ്ടത്. ഈ മമ്മൂക്കയൊക്കെ വെച്ച് ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നു, അപ്പൊ എന്തായിരിക്കും ഇവരൊക്കെ ചെയ്യുന്നത്? എന്തായിരിക്കും ക്യാമറ തൊട്ട് തൊഴുക അങ്ങനെയൊക്കെ ചടങ്ങുണ്ടല്ലോ? അങ്ങനെ ഉണ്ട്. അത് മമ്മൂക്ക ചെയ്യുമോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാത്രമല്ല, ഈ ചില ചിത്രങ്ങളിൽ ജഗതി ശ്രീകുമാറിൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുക്കണമെന്ന് നിർബന്ധമുള്ള കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചില ചിത്രങ്ങളും അങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത്, പടം വിജയിക്കാൻ വേണ്ടി. ഫസ്റ്റ് ഷോട്ട് ജഗതി ശ്രീകുമാറാണ് ബെസ്റ്റ്. ഇനി അദ്ദേഹം ഇല്ലെങ്കിൽ ജനാർദ്ദൻ ചേട്ടനാണ് ബെസ്റ്റ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഷോട്ട് എടുക്കുന്ന ആൾ തീരുമാനിക്കും, വെറുതെ എന്തെങ്കിലും എടുക്കാൻ പറ്റില്ല. അത് എന്തോ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും എല്ലാവർക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത് ഒന്ന്, അതിൻ്റെ മറ്റൊരു കാരണവും കൂടെ ഉണ്ട്. ആ ഫസ്റ്റ് ഷോട്ട് ഓക്കെ ആയിരിക്കണം, റീടേക്കിന് പോകരുത്. അത് ഇവർക്ക് പറ്റുമല്ലോ, ഇവർക്ക് കാര്യം അറിയാവുന്നതുകൊണ്ട് ഇവർ ഒറ്റ ടേക്ക് ഓക്കെ ആക്കി തരും. അപ്പം അതുകൊണ്ട് ആ ഒരു ധൈര്യവും ഒരു വിശ്വാസം, അപ്പം തന്നെ മനസ്സൊന്ന് കുളിർമയായ ഒരു ധൈര്യം കിട്ടും. അതിനൊക്കെ കൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്യുന്നത്. ഈ പ്രത്യക്ഷത്തിൽ ആരും പേരെന്ന് പറയാൻ ഒക്കാത്തൊരു മേഖല ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഇവരൊക്കെ ഇത് കണ്ടിട്ട് ഇവൻ എന്തോ കാണിക്കുന്നു മനസ്സ് ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ വല്ല കാര്യമുണ്ടോ ചിന്തിക്കാറ്? തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാനേ പറ്റുള്ളൂ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇത് ഒരു അഡിക്ഷനാണ്. ഒരാളെ തിരുത്താൻ നമുക്ക് പറ്റില്ല, ഒരു അന്ധവിശ്വാസിനെ നമുക്ക് തിരുത്താൻ പറ്റില്ല, ഒരു വിശ്വാസിനെയും തിരുത്താൻ പറ്റില്ല. പല പടങ്ങളും ഒരുപാട് പൂജിച്ച് പരാജയപ്പെട്ട പടങ്ങൾ സാറിന്റെ ശ്രദ്ധ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പേര് പറയുന്നില്ല, ഒരുപാട് പടങ്ങൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ മദ്രാസിലൊരു സ്ഥലത്ത് ഞാൻ താമസിക്കാൻ ചെന്നപ്പോൾ നമുക്ക് തന്ന റൂമിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ ഒരു പെട്ടി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അത് ഒരു പ്രൊഡ്യൂസർ ഭയങ്കരമായി ഇത് വൻ വിജയം എന്ന് പറഞ്ഞ ഒരു പടത്തിൻ്റെ പെട്ടിയാണ്. അത് ഓടിയില്ല, അതുകൊണ്ട് പുള്ളി അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം നമുക്കറിയാം ഇത് പുള്ളി എന്തുമാത്രം പ്രതീക്ഷയിലാണെന്ന് ചെയ്തതെന്ന്. പടം പൊട്ടാൻ കാര്യം ഇതൊന്നും ആയിരുന്നില്ല, ഈ പൂജയുടെ കുറവോ ഇതൊന്നും ആയിരുന്നില്ല. അതിന് കാരണങ്ങൾ വേറെ ആയിരുന്നു, പ്രേക്ഷകന് ഇഷ്ടപ്പെട്ടില്ല, അതായിരുന്നു. അതില്ലാതെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് പുതിയ തലമുറയ്ക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അവർ അധികം അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകണം അവരല്ല ഇപ്പോഴത്തെ ഒരു തലമുറ. വേറെ എന്തെങ്കിലും അന്ധവിശ്വാസം? സിനിമയിൽ അലിഖിതമായ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്, ഒരുപാടുണ്ട്. അതിൽ ഒന്ന് രണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ, വെള്ളത്തിൽ നിന്നും ഷൂട്ട് ചെയ്യരുത്, വെള്ളം സ്റ്റാർട്ട് ചെയ്യരുത്, വെള്ളത്തിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വരരുത് എന്നൊരു നിയമമുണ്ട്. അത് പടം വെള്ളത്തിലാകും. പക്ഷേ തകര എന്ന് പറഞ്ഞ ചിത്രം പത്മരായ സാറിൻ്റെ തിരക്കഥ ഭരതേട്ടൻ്റെ, അത് വെള്ളത്തിൽ നിന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ പടം വിജയിച്ച പടമാണ്. അത് എനിക്ക് തോന്നുന്നു കേട്ടോ, അത് വെള്ളത്തിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അറിഞ്ഞിട്ട് ചെയ്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. അതുപോലെ ആകാശത്ത് നിന്ന് ഷൂട്ട് ചെയ്യരുത്, തുടങ്ങരുത്. ആകാശത്ത് നിന്ന് സിനിമ തുടങ്ങാൻ വേണ്ടി. പക്ഷെ എത്രയോ സിനിമകൾ നിങ്ങൾ നോക്കിക്കോ, ആകാശം വെച്ചിട്ട് ടൈറ്റിലിട്ട് തുടങ്ങിയിട്ടുണ്ട്, വിജയിച്ച പടങ്ങളുണ്ട്. പിന്നെ വേറൊരു അതൊരു അന്ധവിശ്വാസമായിട്ടല്ല ഞാൻ പറയണം, ഒരു രസകരമായ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്, ഈ ഗോഡ് ഫാദർ ഷൂട്ട് ചെയ്യുമ്പോൾ കൃഷ്ണപ്പരുന്ത്, ഈ കഴുത്തിൽ വളയുള്ളൊരു പരുന്തുണ്ട്. ഈ പരുന്ത് വന്നിറങ്ങി. അപ്പോൾ എല്ലാവരും പറഞ്ഞു പടം ഹിറ്റാണ്. ഈ കൃഷ്ണപ്പരുന്ത് വന്നിട്ടുണ്ടെങ്കിൽ
അപ്പോൾ അവരത് ഷൂട്ട് ചെയ്തു. അത് ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട് കൃഷ്ണപരുന്തിൽ. ഗോഡ്ഫാദറിന്റെ സ്റ്റാർട്ടിംഗ് ഉണ്ടോ? ഉണ്ട്, ടൈറ്റിലുണ്ട്. ഈ എനിക്ക് തോന്നുന്നു ഈ 500 വരുമ്പോൾ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ട് മേലെ കൃഷ്ണപരുന്തിൻ്റെ എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിട്ട. അതെ, ഉണ്ട്. ഇത് തന്നെ പഞ്ചാബി ഹൗസ് ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾ ആലപ്പുഴ കടൽപ്പാലത്തിൽ പോയപ്പോൾ അവിടെ ഒരു കൃഷ്ണപരുന്ത് വന്നു. നിങ്ങളെല്ലാവരും ഇതേ കൃഷ്ണപരുന്ത് ഇവിടെയും വന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അതിട്ടു, വേറൊന്നിനുമല്ല, അത് അന്ധവിശ്വാസം കൊണ്ടല്ല. അതൊരു നല്ല ഷോട്ടായിരുന്നു കിട്ടിയത്. കൃഷ്ണപരുന്ത് വന്നു എന്നുള്ളത് ഈ ഗോഡ് ഫാദറിന്റെ വിജയം കാരണം നമുക്കൊരു സന്തോഷം ഉണ്ടാക്കിയത്. ആ സന്തോഷത്തിന്റെ പേരിൽ അതെടുത്ത് അതൊരു അന്ധവിശ്വാസമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ചെറിയ രീതിയിൽ കയറിയിട്ടുണ്ട്. അങ്ങനെയാണ് അന്ധവിശ്വാസം വരുന്നത്. അപ്പൊ എനിക്ക് തോന്നിയ ചില അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെയാണ് വന്നത്. ഇതിപ്പോ ഇട്ടോണ്ട് എന്താ തെറ്റ്, ഇടാതിരുന്നോണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്നൊരു ചിന്ത വന്നു അവിടെ. അപ്പൊ ഒരു അന്ധവിശ്വാസം നമ്മളും ചെയ്തു എന്ന് വിചാരിച്ച് അന്ധവിശ്വാസമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതുള്ളത് കൊണ്ട് പടം വിജയിക്കുമെന്നും പറഞ്ഞിട്ടല്ല. പടം നല്ലതാണെങ്കിലേ പടം ഓടുകയുള്ളൂ. പക്ഷെ ഈ ഒരു ഷോട്ട് റയറായി കിട്ടുന്നതാണ് കൃഷ്ണപരുന്തിന്. അങ്ങനെ ഇട്ടു. അപ്പൊ എന്തായാലും ആൾക്കാരും ഈ പറയുന്ന സെലിബ്രിറ്റി സാധാരണപ്പെട്ടവനും കൃഷിക്കാരനും എല്ലാം ഈ അന്ധവിശ്വാസത്തിന് പറയും ഓടുകയാണ്. എല്ലാവരും സർവത്രയാണോ? എല്ലാവരും. ഇതിന്റെ ഉദാഹരണമാണ്. നമുക്ക് ഇങ്ങനെയാണ് ഈ കൃഷ്ണപരുന്തിനെ കണ്ട് ആ പടം വിജയിച്ചു. പിന്നെ അന്ധവിശ്വാസം ഇങ്ങനെ കയറി വരും ഓരോ പടം. ഇനി ആര് ഷൂട്ട് ചെയ്യുമ്പോൾ കൃഷ്ണപരുന്തിനെ കണ്ടാലും തീർച്ചയായിട്ടും എടുക്കും. വിശ്വാസം മാറിക്കഴിഞ്ഞത് അതൊരു വിശ്വാസമായി മാറിക്കഴിഞ്ഞു. അപ്പൊ എന്തായാലും സാറിന് കുറെ പരിമിതിയുണ്ട്. ഒരുപാട് ആൾക്കാരുടെ അന്ധവിശ്വാസം നേരിട്ട് കണ്ട ആളാണ്. പ്രത്യേകിച്ച് സാർ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ പറയാനോ ഒക്കത്തില്ലേ, പലതും വിഴുങ്ങുമല്ലേ. അല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്ധവിശ്വാസമാണ് നമ്മൾ കാണുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട്. അത് ചിലത് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ഈ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് അത് അങ്ങനെ എടുക്കണ്ട കേട്ടോ, അങ്ങനെ അത് വരാൻ പാടില്ല എന്ന് പറഞ്ഞ എന്തൊക്കെയോ ഉണ്ട്. അത് ഞാൻ മറന്നുപോയി. ഏത് ഷോട്ടാണെന്ന് ഞാൻ ഓർക്കണില്ല. സിനിമ പാക്കപ്പ് ആകുമ്പോൾ എന്തെങ്കിലും അന്ധവിശ്വാസം ഉണ്ടോ? പാക്കപ്പിനുള്ള ഏറ്റവും വലിയ അന്ധവിശ്വാസം പൂശിലിംഗം ഉടക്കണം എന്ന് പറഞ്ഞൊരു വിശ്വാസമുണ്ട്. എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ എടുത്തിട്ട് നമ്മളെല്ലാവരെയും നിർത്തിയിട്ട് വലം ചുറ്റും 3 പ്രാവശ്യം, എന്നിട്ട് അത് റോട്ടിൽ ഉടയ്ക്കണം, ഉടച്ച് ചതച്ച് കളയണം. അപ്പോഴാണ് ഐശ്വര്യക്കേടെല്ലാം പോകുന്നത്. അങ്ങനെ ഒരു വിശ്വാസമുണ്ട് സിനിമയ്ക്ക്. ഒരു പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞത്, നമ്മുടെ ചിത്രത്തിന് ഈ പൂശിലിംഗം ഉടക്കണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ കഴിഞ്ഞ 6 ചിത്രത്തിന് ഉടച്ചത് 6ഉം വിജയിച്ചിട്ടില്ല. അതും ഇങ്ങനെയുണ്ട്, അതുകൊണ്ട് ഇതിന് വേണ്ട എന്ന് പറഞ്ഞു. ചെയ്തില്ല. അപ്പം അത് വിജയിക്കുകയും ചെയ്തു ആ ചിത്രം. ഏത് ചിത്രമാണിത്? അത് ഞങ്ങളുടെ വിജയിച്ച ഒരു ചിത്രം. അത് ധൈര്യത്തെ പറയാലോ. അല്ല, പുതുക്കോട്ട തന്നെ. അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇത്രയും പറയാൻ ഏറ്റവും കൂടുതൽ യോഗ്യൻ മെക്കാട്ടി സാർ തന്നെയാണ്. കാരണം അദ്ദേഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസത്തെ എതിർക്കുന്ന ഒരു തൻ്റെ ഇടമുള്ള സിനിമാ പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആൾക്കാർ രംഗത്തേക്ക് വരണം. വിശ്വാസം മാത്രം മതി, അത് അന്ധവിശ്വാസമായിട്ട് പോരും അല്ലേ സാറേ? അതെ. എങ്ങനെ വിശ്വാസത്തെ പറ്റി 2 നിർവചനം പറഞ്ഞു കൊടുക്കുക. വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ വിശ്വാസങ്ങളും നമ്മുടെ ഉള്ളിലായിരിക്കണം, നമ്മുടെ ഉള്ളിലാകാം. നമ്മുടെ ഭവനത്തിലേക്കും കൂടെ ആ വിശ്വാസം ഇറക്കാം. പക്ഷേ നമ്മുടെ പടിക്ക് പുറത്തേക്ക് ഇറക്കരുത്, ഒരു വിശ്വാസം ഇറക്കരുത്. നമ്മുടെ ഹൃദയത്തിലും വീട്ടിലും മതി ദൈവം. അത്രേ ഉള്ളൂ എനിക്കും പറയാം. തീർച്ചയായിട്ടും ഇത്രയൊക്കെ പൈസയൊക്കെ മുടക്കി നിനക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറയുന്നത് നമ്മുടെ സമാധാനക്കേട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഒരിക്കലും അത് ഗുണത്തിന് വേണ്ടിയല്ല, മറിച്ച് സമാധാനം പോവും, മാനം പോവും, പണം പോവും, എല്ലാം പോവും. അതുകൊണ്ട് ശരിയായ വിശ്വാസം മാത്രം പിന്തുടരുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.